നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് എടക്കഴിയൂരിൽ നിന്നും 16 നോട്ടിക്കൽ മൈൽ കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 4 പേരെ രക്ഷപ്പെടുത്തി. പുലർച്ചെയായിരുന്നു അപകടം. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും ആശ്വാസ നടപടികൾ ഉണ്ടാകുമെന്ന് ഗുരുവായൂർ MLA NK അക്ബർ. ഗുരുവായൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ മറച്ച് വഴിയോര കച്ചവടം തകൃതി. യാത്രക്കാർ ദുരിതത്തിൽ. നഗരസഭ ഇടപെടുന്നില്ലെന്ന നാട്ടുകാർ. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കുന്നംകുളത്തെ ഇൻഫർമേഷൻ സെന്ററിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് KSEB. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാകാതെ യാത്രികർ. കുന്നംകുളം കുറുക്കൻപാറയിൽ വീണ്ടും അപകടം. KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ് കാറിൽ ഇടിച്ചു. ചുവല്ലൂർപ്പടിയിൽ തെരുവുനായ ചാടി സൈക്കിൾ യാത്രക്കാരന് പരിക്ക്. ബുള്ളറ്റും സൈക്കിളും കൂട്ടിയിടിച്ചും അപകടം. പുലർച്ചെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ പഴവൂരിൽ വീട്ടിലെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. കറുപ്പം വീട്ടിൽ കബീറിന്റെ വീട്ടിലെ വയറിംഗും വൈദ്യുത ഉപകരണങ്ങളുമാണ് കത്തിനശിച്ചത്. വാർത്തകൾ വിശദമായി. ചാവക്കാട് എടക്കഴിയൂരിൽ നിന്നും 16 നോട്ടിക്കൽ മൈൽ കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 4 പേരെ രക്ഷപ്പെടുത്തി. പൊന്നാനി സ്വദേശികളായ സിദ്ദിഖ് മകൻ ഗഫൂർ, കുറിയമാക്കാനകത്ത് സലാം എന്നിവരാണ് മരിച്ചത്. മത്സ്യബന്ധന ബോട്ടുകൾ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെയായിരുന്നു അപകടം. പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഇസ്ലാം ബോട്ട് സാഗർ യുവരാജ് കപ്പലുമായാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2ആയി പിളർന്നു. കടലിൽ താഴ്ന്നുപോയി ബോട്ടിലുണ്ടായിരുന്ന മറ്റ് 4 തൊഴിലാളികളെ ചാവക്കാട് മുനയ്ക്കക്കടവ് പോലീസ് എത്തി രക്ഷപ്പെടുത്തി. മുനയ്ക്കക്കടവ് ഹാർബറിലെത്തിച്ച ഇവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPO നിബിൻ, അനീഷ്, സ്രാങ്ക് വിനോദ്, ലാസ്കർ സുജിത് എന്നിവർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. തമ്മിൽ സൗണ്ട് കേൾക്കുന്ന കാരണം 4 ആൾ വിളിച്ചിട്ട് പറഞ്ഞു അതിനെപ്പോലെ നീന്തി അതിനെ പിടുത്തം കിട്ടി. ആ പിടുത്തം കിട്ടിയപ്പോൾ കുറെ പിടിച്ചിട്ടുണ്ട്. നമ്മളെ കപ്പലിക്കാർ വന്ന് എടക്കഴിയൂരിൽ കപ്പൽ മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും ആശ്വാസ നടപടികൾ ഉണ്ടാകുമെന്ന് ഗുരുവായൂർ MLA NK അക്ബർ പറഞ്ഞു. രക്ഷപ്പെട്ട ബാദുഷ, മൻസൂർ, അയൂബ്, മജീദ് എന്നിവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ സന്ദർശിക്കാനെത്തിയതായിരുന്നു MLA. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കും ആശ്വാസ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ അപകടം ഉണ്ടായതെന്നാണ് പരിക്ക് പറ്റി ആശുപത്രി അഡ്മിറ്റായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്. കപ്പൽ വന്ന് ഇടിച്ചു എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് പൂർണ്ണമായും തകർന്നു. 2 പേര് തൽക്ഷണം തന്നെ ഇവരിൽ നിന്ന് മിസ്സായി. ബാക്കിയുള്ള ആളുകൾ തകർന്ന ബോട്ടിന് മുകളിൽ ഇരിക്കുകയും ഇവരെ ഇടിച്ച കപ്പൽ തന്നെ തിരിച്ചു വന്ന് ഇവരെ രക്ഷപ്പെടുത്തി പരിക്ക് പറ്റിയ ആളുകൾ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തി. മരണം സംഭവിച്ച ആളുകളുടെ മൃതദേഹം പിന്നീട് കിട്ടി. അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പൊന്നാനി എത്തുകയും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ മറിച്ച് വഴിയോര കച്ചവടം തകൃതി. യാത്രക്കാർ ദുരിതത്തിൽ. പഴയ BSNL ഓഫീസിന് സമീപമുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തെ മറച്ചാണ് തെരുവോര കച്ചവടം പൊടിപൊടിക്കുന്നത്. നേരത്തെ തട്ടുകട മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ബസ്സുകളും വാഹനങ്ങളും വരുന്നത് കാണാത്ത രീതിയിൽ വലിയ പന്തൽ കെട്ടി മറച്ചാണ് കച്ചവടം നടത്തുന്നത്. നേരത്തെ യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ഇടപെട്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ കച്ചവടം ചെയ്യണമെന്ന് താക്കീത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് കുറച്ചുനാൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരുന്നു കച്ചവടം. എന്നാൽ വീണ്ടും പഴയതിനേക്കാളും കൂടുതൽ മറ ഒരുക്കിയാണ് കച്ചവടം നടത്തുന്നത്. ഇതുമൂലം യാത്രക്കാർ ബസ് വരുന്നത് കാണാൻ റോഡിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട സ്ഥിതിയാണ്. നിരവധി അപകടമരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം കൂടിയാണിത്. തിരക്കേറിയ ജംഗ്ഷനിലെ തെരുവോര കച്ചവടക്കാരെ നിയന്ത്രിക്കണമെന്ന് നാട്ടുകാരനായ AK തിലകൻ ആവശ്യപ്പെട്ടു. നമ്മളെ ഈ ഇവിടെ കാരക്കാട് എടപ്പള്ളി റോഡിന്റെ അവിടെ ജംഗ്ഷനില് ബസ് പാർക്ക് പണിതിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പണിതിട്ടുള്ളതാണത്. പബ്ലിക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളത് പണിതത്. രണ്ടാമത് ഇവിടെ ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകള് ഇവിടെ ഇരിക്കുന്ന പാസഞ്ചേഴ്സിന് കാണാനില്ല. അവര് റോഡിൽ ഇറങ്ങി നിന്നിട്ട് വേണം ബസ് ഏതാണ് റൂട്ട്, ഏതാണ് അതിലേക്ക് ഏത് റൂട്ടിലേക്ക് പോകണമെന്ന് നോക്കണമെങ്കിൽ. അപ്പഴത്തേക്കും ബസ് പാസ്സായി. അപ്പൊ അത് ഒന്ന് ഈ ഫുട്പാത്ത് കച്ചവടങ്ങളൊന്ന്
കുറച്ച് ഇറക്കി നിർത്തിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാറ്റി നിർത്തിയിട്ടോ ഒരു കച്ചവടം ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഒരു നടപടി ഉണ്ടാവണം, അതാണ് നമുക്ക് പറയാനുള്ളത്. യാത്രക്കാരുടെ ദുരിതത്തിന് അറുതി കാണാൻ നഗരസഭ ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നഗരസഭയുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ ചിലവിട്ട് നിർമ്മിച്ച നടപ്പാതയും ഇത്തരത്തിൽ തെരുവോരക്കാർ കയ്യേറിയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ടും നഗരസഭ കണ്ണടയ്ക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ് കാറിലിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. പുലർച്ചെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ എരുമപ്പെട്ടി പഴവൂരിൽ വീട്ടിലെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. കറുപ്പം വീട്ടിൽ കബീറിന്റെ വീട്ടിലെ വയറിംഗും വൈദ്യുത ഉപകരണങ്ങളുമാണ് കത്തിനശിച്ചത്. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ തെരുവുനായ ചാടിയതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ് യാത്രക്കാരന് പരിക്കേറ്റു. കുന്നംകുളം ആനായിക്കൽ ഐനിക്കൽ കുമാറിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 ചൊവ്വല്ലൂർ പടി പാലത്തിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റയാളെ എക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കുന്നംകുളത്തെ ഇൻഫർമേഷൻ സെന്ററിലെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചു. ബിൽ തുക അടയ്ക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 10-ാം തീയതിയാണ് വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചത്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പ്രവർത്തിച്ചു വരുന്ന ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ വൈദ്യുതി, ടെലിഫോൺ കണക്ഷൻ, വെള്ളം, ഇന്റർനെറ്റ് സൗകര്യം തുടങ്ങിയവ നിലവിൽ ലഭ്യമാകുന്നില്ല. വൈദ്യുതി ഇല്ലാത്തതിനാൽ പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ടൂറിസ്റ്റുകൾക്ക് താമസ സൗകര്യം വരെ നൽകുന്ന ഫെസിലിറ്റേഷൻ സെന്ററിൽ നിലവിലുള്ളത്. വൈദ്യുതി ബിൽ അടക്കാനായി ബിൽ DTPC ഓഫീസിൽ സമർപ്പിച്ചെങ്കിലും ബിൽ തുക അനുവദിച്ച് ലഭിച്ചില്ലെന്നാണ് വിവരം. ഗുരുവായൂർ അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വരുന്ന തീർത്ഥാടകരും ജില്ലയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളും ആശ്രയിക്കുന്ന ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം വൈദ്യുതി ബന്ധവും ഫോൺ കണക്ഷനും ബില്ലടക്കാതെ വിച്ഛേദിച്ച് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. CCTV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ ബുള്ളറ്റും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരൻ തൃക്കൂർ നന്ദകുമാർ, ചൊവ്വല്ലൂർ പടി കുത്തൂർ പോൾസൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 5 മണിയോടെ ചൊവ്വല്ലൂർ പടി സെന്ററിലായിരുന്നു അപകടം. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്ദള കേസരി കുളമംഗത്ത് നാരായണൻ നായർ സ്മാരക പുരസ്കാരം മദ്ദള വിദ്വാൻ കുഴൽമന്നം കോട്ടപ്പടി ചന്ദ്രന്. പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം സ്വദേശിയാണ് മദ്ദള വിദ്വാൻ കോട്ടപ്പടി ചന്ദ്രൻ. കുന്നംകുളം അഞ്ഞൂരിലെ മദ്ദള കേസരി കുളമംഗത്ത് നാരായണൻ നായരുടെ പേരിലുള്ള 26ാമത് സ്മാരക പുരസ്കാരമാണിത്. മെയ് 14 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് അഞ്ഞൂർ പാർക്കാടി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് 11,001 രൂപയും ബലകവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കും. വൈശാഖ മാസത്തിലെ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം വേഗത്തിൽ ദർശനം ഒരുക്കുന്നതിനാണ് ഈ തീരുമാനം. പൊതു അവധി ദിനങ്ങളിൽ നിലവിൽ രാവിലെ 6 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെ സ്പെഷ്യൽ ദർശനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണം മെയ് 18 ശനിയാഴ്ച മുതൽ വൈശാഖം അവസാനിക്കുന്ന ജൂൺ 6 വരെ തുടരാനാണ് തീരുമാനം. ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ചീട്ടാക്കുന്നവർക്കുള്ള ദർശന സൗകര്യം ഈ ദിവസങ്ങളിൽ ഉണ്ടാകും. 2023 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എരുമപ്പെട്ടി ഗ്രാമത്തിനും അഭിമാനിക്കാവുന്ന നേട്ടം. എരുമപ്പെട്ടി സ്വദേശി റോയ് തൈക്കാടൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് 2 സ്പെഷ്യൽ ജൂറി പുരസ്കാരം. JR ഫിലിം ഹൌസിന്റെ ബാനറിൽ റോയ് തൈക്കാടൻ രചനയും സംവിധാനവും നിർവഹിച്ച കുട്ടികളുടെ സിനിമയായ മോണോ ആക്ടിലെ ഗാനത്തിനാണ് 2 സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഓരോ മോഹമൻ വഴിത്താരയിൽ കൂടും കൂരിരുൾ തളർത്തിയിടവേ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ വരികൾക്കും സംഗീതത്തിനുമാണ് പുരസ്കാരം. ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ഷാജികുമാറാണ്. സജി എരുമപ്പെട്ടിയാണ് ചിത്രത്തിന്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത്. സീരിയൽ സിനിമാ താരം ഗിരിധർ, എരുമപ്പെട്ടി സ്വദേശികളായ അലൻഡ റോയ്, ആഷർ റോയ്, കലാഭവൻ നിശാന്ത്, അൻവർ എരുമപ്പെട്ടി, കണ്ണൻ തിരുത്ത്, നിൽഷെ, വൈഗ നിശാന്ത് എന്നിവർ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ദാസ് വടക്കാഞ്ചേരിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള 4ാമത് സത്യജിത് റേ ഗോൾഡൻ ആർക്ക് അവാർഡും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ട്യൂഷൻ ടീച്ചറിന്റെ ഫോണിലേക്ക് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു.
എൻ്റെ ഇല്ലായ്മ കൊണ്ട്. ഇങ്ങനൊക്കെ CCTV ന്യൂസ് എരുമപ്പെട്ടി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിൽ രാത്രിയിൽ പ്രകാശിക്കാത്ത വിളക്കുകൾ പകൽ കത്തിക്കിടക്കുന്നു. രാത്രിയിൽ വിളക്കുകൾ കത്താത്തതുമൂലം കാൽനട യാത്രികർ ദുരിതത്തിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി രാത്രിയിൽ വിളക്കുകൾ കത്താതിരിക്കുകയും പകൽ സമയത്ത് മുഴുവൻ കത്തിക്കിടക്കുകയുമാണ്. സോളാർ ഉപയോഗിച്ചാണ് പാലത്തിലെ വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നത്. ഇവയുടെ ടൈമറിലെ പിഴവാണ് രാത്രിയിൽ വിളക്കുകൾ കത്താതിരിക്കാൻ കാരണം. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയായിട്ടില്ല. നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു മേൽപ്പാലം. കഴിഞ്ഞ വർഷം നവംബർ 14-നാണ് ഉദ്ഘാടനം ചെയ്തത്. മേൽപ്പാലത്തിന്റെ അനുബന്ധ ജോലികൾ ഇതുവരെ പൂർത്തീകരിക്കാനായിട്ടില്ല. അനുബന്ധ ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കാലങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന പുന്നേർകുളം പനന്തറയിലെ നടപ്പാലം പൊളിച്ച് നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മന്നലാംകുന്ന്, പാപ്പാളി, പനന്തറ എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന കനോലി കനാലിനു കുറുകെയുള്ള പനന്തറ നടപ്പാലം ഇരുവശങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. നടപ്പാലത്തിന് തൊട്ടരികിലായി ഇറിഗേഷൻ വകുപ്പ് ചലിക്കുന്ന പാലം നിർമ്മിച്ചതോടുകൂടി നടപ്പാലം പൂർണ്ണമായും ഉപയോഗശൂന്യമായി മാറി. ഒരു കാലത്ത് നാടിന്റെ പ്രതാപമായി തല ഉയർത്തി നിന്നിരുന്ന നടപ്പാലം ഇന്ന് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. പാലത്തിനു മുകളിലും ഇരുവശങ്ങളിലും പാഴ്ചെടികൾ വളർന്ന് കാടുപിടിച്ചു കിടക്കുകയാണ്. ഇത് റോഡിലൂടെ വരുന്ന വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കുന്ന അവസ്ഥയാണ്. മാത്രവുമല്ല, ഇതിനുള്ളിൽ ഇഴജന്തുക്കളുടെ താവളമായി മാറിയിട്ടുമുണ്ട്. നിരവധി തവണ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഉപയോഗശൂന്യമായ പാലം പൊളിച്ചു നീക്കാൻ യാതൊരു നടപടിയും അധികൃതർ എടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് പാലം പൊളിച്ചു നീക്കി പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. CCTV ന്യൂസ് പുന്നേർകുളം. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തോടനുബന്ധിച്ചുള്ള ആധ്യാത്മിക സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രസമിതി വൈസ് പ്രസിഡന്റ് സേതു തിരുവെങ്കിടം അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം നേടിയ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കൌൺസിലർ VK സുജിത്, പ്രഭാകരൻ മണ്ണൂർ, ബാലൻ വാറനാട്ട, വിനോദ് കുമാർ അകമ്പടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വേനൽ കടുത്തതോടെ വറ്റിവരണ്ട് പാറന്നൂർ ചിറ. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പാറന്നൂർ ചിറ കടുത്ത വേനലിനെ തുടർന്ന് വറ്റിവരണ്ടു. കേച്ചേരി പുഴയുടെ ഭാഗമായ പാറന്നൂർ ചിറ നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിച്ചിരുന്ന മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. വാഴാനി പുഴയിൽ നിന്നും കൃഷി ആവശ്യത്തിനായി വെള്ളമെത്തിക്കുന്ന പ്രധാന സ്രോതസ്സാണ് പാറന്നൂർ ചിറ. നിറയെ പാറക്കെട്ടുകളുള്ള ചിറയിൽ വെള്ളം കല്ലിൽ തട്ടി ഒഴുകി നീങ്ങുന്നത് കാണാൻ അവധി ദിവസങ്ങളിൽ ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ എത്തുന്നത് പതിവായിരുന്നു. നിരവധി വീഡിയോ ആൽബങ്ങളിലും കല്യാണ വീഡിയോകളിലും പാറന്നൂർ ചിറയുടെ സൗന്ദര്യം ആസ്വദിച്ചവരും പാവങ്ങളുടെ വാഴച്ചാൽ എന്നറിയപ്പെടുന്ന പാറന്നൂർ ചിറ കാണാൻ എത്താറുണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി വേനൽ കടുത്തതോടെ ചിറയിലെ വെള്ളം മുഴുവൻ വറ്റുകയും ചിറയുടെ സൗന്ദര്യത്തിന് മങ്ങലേൽക്കുകയുമായിരുന്നു. ഇതോടെ വിരിഞ്ഞ പാറകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ചിറ കാണാൻ സഞ്ചാരികളുടെ വരവു നിലച്ചു. ജില്ലാ പഞ്ചായത്തിന്റെയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ടുകൾ ഉപയോഗിച്ച് പാറന്നൂർ ചിറയുടെ സൗന്ദര്യവൽക്കരണവും നടത്തിയിരുന്നു. കൂടാതെ ചിറയുടെ പരിസരത്ത് ചൂണ്ടൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പൺ ജിം സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തി വ്യായാമം ചെയ്യുന്നത് പതിവായിരുന്നു. എന്നാൽ ചിറയിലെ വെള്ളം വറ്റി സന്ദർശകർ ഒഴിഞ്ഞതോടെ വ്യായാമം ചെയ്യാനെത്തിയിരുന്നവരുടെ എണ്ണത്തിലും വൻ ഇടിവാണുണ്ടായിട്ടുള്ളത്. ചിറയുടെ നിറ സൗന്ദര്യം ആസ്വദിക്കാൻ മറ്റൊരു മഴക്കാലത്തിന്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് സഞ്ചാരികൾ. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് റിയൻ പള്ളി സൺഡേ സ്കൂളിന്റെ 46-ാം വാർഷികവും സമ്മാനദാനവും പള്ളി അങ്കണത്തിൽ നടന്നു. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം വികാരി ഫാദർ സ്റ്റീഫൻ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന് യോഗം ആരംഭിച്ചു. കുന്നംകുളം ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ ലൗസൺ മാസ്റ്റർ, കുന്നംകുളം ജില്ലാ സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ അല്ലി തമ്പി, ഹെഡ് മാസ്റ്റർ അഖിൽ റെജി, സെക്രട്ടറി സ്റ്റീമി എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ശേഷം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സമ്മാനദാനവും ഉണ്ടായി. ഗുരുവായൂരപ്പന്റെ ഗോക്കൾക്ക് വേനൽ ചൂടിൽ നിന്ന് ആശ്വാസമേകാനായി ശീതീകരണ സംവിധാനമൊരുക്കി. കാവീട് ഗോശാലയിലാണ് ഫോഗർ സ്ഥാപിച്ചത്. ഗോശാലയിലെ 123 പശുക്കൾക്കും ഈ സംവിധാനത്തിൽ ദേഹത്ത് സദാസമയവും തണുപ്പേകും.
പൂങ്കുന്നം സ്വദേശിയായ ഇൻകം ടാക്സ് റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കിട്ടുനായരുടെ വക വഴിപാടായാണ് ഫോഗർ സ്ഥാപിച്ചത്. ഗോശാലയിൽ സ്ഥാപിച്ച പ്രത്യേക ടാങ്കിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി തൊഴുത്തിൽ വെള്ളം സ്പ്രേ ചെയ്യും. 1,55,000 രൂപയാണ് ഇതിന് ചെലവ് വന്നത്. അക്കിക്കാവ് BT നമ്പൂതിരി ഹരിത അഗ്രിടെക് എന്ന സ്ഥാപനമാണ് ഫോഗർ ശീതീകരണ സംവിധാനം സ്ഥാപിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിച്ച് സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സ്വിച്ച് ഓൺ ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. പോർക്കുളം സേവാഭാരതിയുടെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. മനോജ് കുമാർ കരുമത്തലിന്റെ അധ്യക്ഷതയിൽ കമ്പിപ്പാലം ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നടന്ന പൊതുയോഗത്തിൽ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി MD പ്രദീപ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി PU സനീഷ്, രാഷ്ട്രീയ സ്വയം സേവാ സംഘം ഖണ്ഡ കാര്യവാഹക് KV ഭവീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി മനോജ് കുമാർ കർമ്മത്തിലിനെയും സെക്രട്ടറിയായി പത്മകുമാർ, ഖജാൻജിയായി MA സുധേഷിനെയും തെരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ ആളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടന്നു. സ്നേഹാദരം 2024 എന്ന പേരിൽ യുവജന വായനശാല പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങ് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ ജംഷീദ് അലി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സേതുലക്ഷ്മി അധ്യക്ഷയായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ മുഖ്യാതിഥിയായി. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KS ദിലീപ്, CPM മറ്റം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബിജു കാട്ടുകാരൻ, AK സതീഷ് കുമാർ, ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ജിജിൽ പൈനിത്തടം, മറ്റം മേഖലാ പ്രസിഡന്റ് വിനോദ് മുകുന്ദൻ, ആളൂർ സെൻട്രൽ ബ്രാഞ്ച് സെക്രട്ടറി അഡ്വക്കേറ്റ് സിന്ധു ഷാജു, ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അക്കാദമി ലീഗിന്റെ മത്സരങ്ങളുടെ ഭാഗമായി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരങ്ങളുടെ ഉദ്ഘാടനം ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC നിർവഹിച്ചു. ഫെയർ FC കുന്നംകുളവും സെന്റ് തോമസ് ടീമും അണ്ടർ 15, 13 എന്നീ വിഭാഗങ്ങളിൽ മാറ്റുരച്ചു. UDF കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് വിശകലന യോഗവും ബൂത്ത് പ്രസിഡന്റുമാരെ ആദരിക്കലും സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഷറഫു പന്നിത്തടം അധ്യക്ഷനായ യോഗം UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത് ഉദ്ഘാടനം ചെയ്തു. CMP നേതാവ് KC ഹംസ, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ, കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കം തുടങ്ങി. എളവള്ളി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പദ്ധതിയുടെ ഭാഗമായി 16 വാർഡുകളിലും വാർഡ് തല ശുചിത്വ സമിതികളുടെ യോഗം ചേർന്നു. ഓരോ വാർഡിലും വൃത്തിയാക്കേണ്ട പ്രദേശങ്ങൾ, പൊതുകിണറുകൾ, കാനകൾ എന്നിവ കണ്ടെത്തി. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ കിണറുകളുടെ ക്ലോറിനൈസേഷൻ നടന്നുവരികയാണ്. വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി 15,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് തല ഇന്റർസെക്ടർ യോഗം ചേർന്ന് ഓരോ പ്രദേശത്തെയും സ്ഥിതി അവലോകനം ചെയ്തു. അവലോകന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ അധ്യക്ഷയായി. ജനപ്രതിനിധികളായ MP ശരത് കുമാർ, PM അബു, രാജീവ് മണികണ്ഠൻ, സീമ ഷാജു, ഷാലി ചന്ദ്രശേഖരൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജോഷ് തമ്പി, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VM ഷാമില, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിൻസി പോൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഹാരിസ്, കൃഷി ഓഫീസർ PR രാഗേഷ്, കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ K സജേന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു. ചൊവ്വാഴ്ച അടിയന്തര ഭരണസമിതി യോഗം ചേർന്ന് തുടർ പദ്ധതികൾ തയ്യാറാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വ്യക്തമാക്കി. CCTV ന്യൂസ്, കേച്ചേരി. ജലനിധി പദ്ധതിക്കായി പൈപ്പ് ഇടുന്നതിന് വേണ്ടി പൊളിച്ച റോഡുകൾ അടിയന്തരമായി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് കേരള കോൺഗ്രസ് കാട്ടുകാമ്പാൽ നിയോജക മണ്ഡലം കമ്മിറ്റി അധികാരികളോട് ആവശ്യപ്പെട്ടു. ജലക്ഷാമം രൂക്ഷമായ സമയമായിട്ടും കേടുവന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കൊള്ളന്നൂർ പറഞ്ഞു. യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ, കേരള യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു വേലൂർ തുടങ്ങിയവർ പങ്കെടുത്തു.
ചിറ്റിലപ്പള്ളി കുടുംബ കൂട്ടായ്മ കുന്നംകുളം മേഖല പ്രഥമ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. കുന്നംകുളം ഫുഡ് മാജിക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സംഗമത്തിൽ മുതിർന്ന കാർണവർ ബേബി എന്ന പാവു അധ്യക്ഷനായി. തറവാടിന്റെ ചരിത്രം ഉൾപ്പെടുത്തിയുള്ള കൈപ്പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ചടങ്ങിൽ 70 വയസ്സ് കഴിഞ്ഞവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായി. 60ഓളം പേർ സംഗമത്തിൽ പങ്കെടുത്തു. കോർഡിനേറ്റർ CL വിജു മറ്റ് അംഗങ്ങളും നേതൃത്വം നൽകി. അവധിക്കാലം കൂടുതൽ ആസ്വാദികരമാക്കുന്നതിന്റെ ഭാഗമായി GFUP സ്കൂൾ മന്നലാംകുന്നിൽ ചെക്ക് ചെസ് കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. PTA പ്രസിഡന്റ് റാഫി മാലിക്കുളം ഉദ്ഘാടനം ചെയ്തു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് കേരളോത്സവം 2023 സംസ്ഥാനതല ചാമ്പ്യൻ സവാദ് ഷംസുദ്ദീൻ പുന്നയൂർ പരിശീലനം നടത്തും. വിദ്യാലയത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും 40ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ ഓർമ്മയും ഏകാഗ്രതയും ശ്രദ്ധയും മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. പെരുമ്പിലാവ് മാർ ഒസ്താത്തിയോസ് ട്രെയിനിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് തുടങ്ങി. കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ റെജീന C താരു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PV ജയകുമാർ മുഖ്യാതിഥിയായി. NSS പ്രോഗ്രാം ഓഫീസർ TK രാജി, വാർഡംഗം ഗിരിജ, അസിസ്റ്റന്റ് പ്രൊഫസർ VC ബിനോജ്, ചെയർമാൻ P അജയ്, വോളണ്ടിയർ സെക്രട്ടറി അർജുൻ S നായർ തുടങ്ങിയവർ സംസാരിച്ചു. രക്തദിന ക്യാമ്പ്, വ്യക്തിത്വ വികസന ക്ലാസുകൾ, മാലിന്യ നിർമ്മാർജ്ജന പരിപാടികൾ തുടങ്ങിയവ ക്യാമ്പിൽ സംഘടിപ്പിക്കും. ആരോഗ്യവകുപ്പിലെ 16 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സുമ കൃഷ്ണൻകുട്ടിക്കും കരിയന്നൂർ അംഗൻവാടിയിൽ നിന്നും 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച വിജയലക്ഷ്മിക്കും CPM കരിയന്നൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ കരിയന്നൂർ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി PT ദേവസി, ബ്രാഞ്ച് സെക്രട്ടറി TV അനിൽ, DYFI എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റ് MV വിനീത എന്നിവർ സംസാരിച്ചു. പൌരസ്ത്യ ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ ദിനാചരണം ആർത്താറ്റ് ജില്ലയുടെ ഏകദിന സമ്മേളനമായി കുന്നംകുളം ബെഥനി സെന്റ് ജോൺ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ബെഥനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ തോമസ് ചാണ്ടി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ ലോവ്സൺ മാസ്റ്റർ സൺഡേ സ്കൂൾ ദിന സന്ദേശം നൽകി. ബെഥനി സെന്റ് ജോൺ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ CM താരുക്കുട്ടി, സ്കൂൾ ജില്ലാ ഇൻസ്പെക്ടർ PK സുരേഷ്, സൺഡേ സ്കൂൾ ജില്ലാ സെക്രട്ടറി മേജോ ജോണി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്, ബൈബിൾ ക്വിസ് മത്സരം, ബൈബിൾ മാരത്തോൺ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു. കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിന്റെ രജത ജൂബിലി സമാപിച്ചു. 25 ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിയാണ് സമാപന ആഘോഷ ചടങ്ങുകൾ ആരംഭിച്ചത്. ഞായറാഴ്ച രാവിലെ 9:30 സാൻ ദാമിയാനോ കപ്പൂച്ചൻ ആശ്രമത്തിൽ നിന്നും വിശുദ്ധരുടെ തിരുശേഷിപ്പും ഇടവകാംഗങ്ങൾ സ്വന്തം കൈപ്പടയാൽ എഴുതിത്തീർത്ത 32 ബൈബിളുകളും പ്രദക്ഷിണമായി കൊണ്ടുവന്ന് ദൈവാലയത്തിൽ സമർപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് കല്യാൺ രൂപതാ മെത്രാൻ മാർ തോമസ് എലവനാൽ മുഖ്യ കാർമ്മികനായി. ഇടവകയുടെ പ്രഥമ വികാരിയായിരുന്ന ഫാദർ ജോസ് പുല്ലോക്കാരൻ, കപ്പൂച്ചിൻ പ്രൊവിൻസ് സുപ്പീരിയർ ഫാദർ ജെയ്സൺ കാളൻ, സാൻദാമിയാനോ ആശ്രമം സുപ്പീരിയർ ഫാദർ ഡേവിഡ് പേരാമംഗലത്ത്, ഇടവകയുടെ മുൻ വികാരിമാർ, ഇടവക സമർപ്പിത വൈദികർ, ആശ്രമപ്രതിനിധി വൈദികർ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വൈകുന്നേരം നടന്ന പൊതുസമ്മേളനം സെന്റ് തോമസ് കപ്പൂച്ചിൻ പ്രൊവിൻഷ്യൽ ഫാദർ ജെയ്സൺ കാളൻ ഉദ്ഘാടനം ചെയ്തു. ആശ്രമം സുപ്പീരിയർ ഫാദർ ഡേവിഡ് പേരാമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. ഇടവകയുടെ പ്രഥമ വികാരി ഫാദർ ജോസ് പുല്ലേക്കാരൻ, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ഇടവകാംഗമായ വർഗീസ് പാണയങ്ങാടൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ നൈസി MSJ, വാർഡ് മെമ്പർ ബിന്ദു ശർമ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് മുൻ കൈക്കാരന്മാരെയും ദൈവാലയ ശുശ്രൂഷികളെയും ആദരിക്കുകയും ഇടവകാംഗങ്ങളുടെ കലാസന്ധ്യയും അരങ്ങേറി. ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് സ്വാഗതവും സെക്രട്ടറി റെനിൽ റാഫേൽ റിപ്പോർട്ടും ജൂബിലി കൺവീനർ സണ്ണി വടക്കൻ നന്ദിയും പറഞ്ഞു. കൈക്കാരന്മാരായ PG കൊച്ചുദേവസി, VL തോമസ്, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ജൂബിലിക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് വേലൂർ. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിലെ പുതിയ ദേവാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ യൂഹന്നാൻ മംദാനയുടെ നാമധേയത്തിലുള്ള കൽക്കുരിശിന്റെ പെരുന്നാൾ ആഘോഷിച്ചു. ദേവാലയത്തിലെ സന്ധ്യാ നമസ്കാരത്തിന് ശേഷം കൽക്കുരിശിങ്കൽ ധൂപ പ്രാർത്ഥനയും നേർച്ചവിളമ്പും നടത്തി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്,
കൈസ്ഥാനി സന്തോഷ് CJ, സെക്രട്ടറി സാലിൻ C. സൈമൺ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആശുപത്രി റോഡ് പെരുന്നാൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ചൊവ്വാഴ്ച ആരംഭിക്കും. മെയ് 21 വരെ നടക്കുന്ന സപ്താഹയജ്ഞത്തിന് കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരി ആചാര്യനാകും. ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിലെത്തുന്ന യജ്ഞാചാര്യനെ താലങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് വരവേൽക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കും. ക്ഷേത്രസമിതി പ്രസിഡന്റ് VR ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജ്യോതി ലാബ്സ് ലിമിറ്റഡ് സ്ഥാപകൻ MP രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. കുറുവല്ലൂർ ഹരിനമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. കുറുവല്ലൂർ മന പരമേശ്വരൻ നമ്പൂതിരി, ക്ഷേത്രസമിതി സെക്രട്ടറി MV സഞ്ജീവ്, ട്രഷറർ അജിത് കുമാർ കോലാരി എന്നിവർ സംബന്ധിക്കും. യജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആചാര്യവരണവും തുടർന്ന് മാഹാത്മ്യ പ്രഭാഷണവും നടക്കും. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ 6 മുതൽ യജ്ഞം ആരംഭിക്കും. നെയ്വിളക്ക് സമർപ്പണം, വിഷ്ണു സഹസ്രനാമ പാരായണം, പ്രഭാഷണം, സത്സംഗങ്ങൾ, അന്നദാനം തുടങ്ങിയ ചടങ്ങുകളും 14 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. സപ്താഹത്തിന്റെ ഭാഗമായി വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറും. CCTV ന്യൂസ്, കേച്ചേരി. മിന്നൽ സമരങ്ങൾ നിരോധിക്കാൻ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷെവിലിയർ CE ചാക്കുണ്ണി, UAE കോർഡിനേറ്റർ CA ബ്യൂട്ടി പ്രസാദ് എന്നിവർ നിവേദനം നൽകി. എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ മിന്നൽ സമരം മൂലം ഗൾഫ് സെക്ടറിൽ അമിത വിമാന നിരക്ക് നൽകി യാത്രക്കാർക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം നൽകണം. കപ്പൽ സർവീസ് എത്രയും നേരത്തെ ആരംഭിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യമുണ്ട്. പ്രധാനമന്ത്രി, കേരള ഗോവ ഗവർണർമാർ, വ്യോമയാന മന്ത്രി, വിദേശകാര്യ സഹമന്ത്രി, DGCA, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, കേരള മുഖ്യമന്ത്രി, നോർക്ക മാരിടൈം ബോർഡ് ചെയർമാൻ എന്നിവർക്കാണ് നിവേദനം നൽകിയത്. ടാറ്റ എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റെടുത്തപ്പോൾ വലിയ വാർത്തകൾ ഒരുപാട് പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തായിരുന്നു. ഇപ്പോൾ യാത്രക്കാർ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും മിതമായ നിരക്ക് യാത്രാ ടിക്കറ്റും അതുപോലെ മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്ന വിഷയം ഇന്നത്തെ ഒരു തിരിച്ചടി ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ അടിയന്തര നടപടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ടവരും എടുക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കടക്കിണിയിലായ കേരളത്തെ രക്ഷിക്കാൻ 3ാം ബദൽ അനിവാര്യമാണെന്ന് നാഷണൽ സെക്യുലർ പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടിയെ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. കേരളത്തിലെ ഓരോ വ്യക്തിയും 1 കോടി രൂപ വീതം കടക്കെണിയിലാണെന്ന് കണക്കുകൾ പറയുന്നുണ്ടെന്നും കടക്കെണിയിലായ ജനങ്ങളെ പല്ലിളിച്ചു കാണിച്ച് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും യാത്രകളും നാടകങ്ങളുമായി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും കോൺഗ്രസിനെ പോലെയുള്ള കപടമതേതര പ്രസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലെന്നും NSPI നേതാക്കൾ കുറ്റപ്പെടുത്തി. പകരം വയ്ക്കാൻ ജനങ്ങളുടെ സ്വപ്നമാണ് കേരളത്തിൽ 3ാം ബദൽ NSPI എന്നും അതിനായാണ് നാടിന്റെ നന്മയ്ക്ക് നേരിന്റെ രാഷ്ട്രീയം എന്ന മുദ്രാവാക്യവുമായി നാഷണൽ സെക്യുലർ പാർട്ടി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് KP മുനീർ ഉപ്പള, ട്രഷറർ ഡോക്ടർ ഫസൽ റഹ്മാൻ, സംസ്ഥാന സമിതി അംഗം ജാഫർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. CPIM കേച്ചേരി പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറിയും കർഷക സംഘം കേച്ചേരി മേഖലാ വൈസ് പ്രസിഡന്റുമായിരുന്ന PK അഷ്റഫിന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കേച്ചേരി സെൻട്രൽ, കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ പതാക ഉയർത്തി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PR ജയൻ, PT ജോസ്, പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറി KA അനീസ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 4 വർഷമായി ചാവക്കാട് ബൈപ്പാസ് റോഡിൽ അലഞ്ഞു നടന്നിരുന്ന മാനസിക രോഗിയായ യുവാവിന് ഇനി സുരക്ഷിതമായി അന്തിയുറങ്ങാം. പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതിയുടെ നേതൃത്വത്തിൽ സംഘാടകരെത്തി യുവാവിനെ ഏറ്റെടുക്കുകയായിരുന്നു. പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതി ഡയറക്ടർ CL ജേക്കബ്, സന്നദ്ധ പ്രവർത്തകൻ അഷീം സിത്താര, ചാവക്കാട് പോലീസ് സ്റ്റേഷൻ CPO നസൽ നൌഫർ എന്നിവർ ചേർന്ന് യുവാവിനെ കോടതി മുഖേന സുരക്ഷിതമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. ആദ്യം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനകൾക്ക് ശേഷമാണ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപന്റെ നേതൃത്വത്തിൽ തൃശൂരിലുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. മാനസിക രോഗിയാണെങ്കിലും ആർക്കും ഇതുവരെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലെന്ന് ബൈപ്പാസിലെ കച്ചവടക്കാർ പറയുന്നു. പേര് ചോദിക്കുമ്പോൾ ടിൻഡു എന്ന് പറയുമെങ്കിലും യഥാർത്ഥ പേര് അറിവായിട്ടില്ല. അത് നന്നായി ഒരു ഇത് കിട്ടട്ടെ, അതിന് കൊണ്ട് നല്ലതിലേക്ക് വേണ്ടിയിട്ടല്ല. ജീവകാരുണ്യ പ്രവർത്തന സമിതിയാണ്. കുറേ നാളുകളായി ആൾക്കാർ പറയുന്നു ഇവിടെ ഇന്നൊരാൾ കെടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ 1 മാസം മുന്നേ അപ്പോൾ ഞാൻ ഇയാളെ വന്ന് കാണണം.
അപ്പോൾ ഇയാളെടുക്കുക, ഇയാളുടെ മുഖത്ത് വെട്ടി നന്നായി കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ കുടിപ്പിച്ച് ഇയാളെ നമ്മൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത്. കാൽപന്ത് കളിയെ സ്നേഹിച്ച മുച്ചക്ര വാഹനത്തിൽ ഖത്തർ ലോകകപ്പ് സ്റ്റേഡിയം വരെ എത്തിയ പെരിന്തൽമണ്ണ സ്വദേശി കുഞ്ഞാൻ ചാലിശ്ശേരിയിലെത്തിയത് കായിക പ്രേമികൾക്ക് ആവേശമായി. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ സംഘടിപ്പിച്ച 2ാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് അവസാന സെമി ഫൈനൽ മത്സരത്തിൽ വിശിഷ്ടാതിഥിയാണ് കുഞ്ഞാൻ ഗ്രാമത്തിലെത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷും മൈതാനിയിലെത്തിയിരുന്നു. പെരിന്തൽമണ്ണ താഴേക്കോട് കിഴക്കേക്കര വീട്ടിൽ മുഹമ്മദ് കുട്ടി ഖദീജ ദമ്പതികളുടെ മകൻ കുഞ്ഞാൻ 2 വയസ്സിലാണ് പോളിയോ ബാധിച്ച കാലിന്റെ ചലനശേഷി നഷ്ടമായത്. ചെറുപ്രായത്തിൽ കാൽപന്ത് കളിയോട് പ്രണയം തോന്നിയ ഇദ്ദേഹത്തിന് ഫുട്ബോൾ എന്നാൽ ജീവന് തുല്യമാണ്. ജീവിതത്തിൽ പരിമിതികളെ മറികടന്ന് 38ാം വയസ്സിൽ ഇരുചക്രവാഹനത്തിലിരുന്ന ഫിഫ ലോകകപ്പിൽ ഖത്തർ സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ കാണികൾക്ക് മുന്നിൽ ജർമ്മനി, സ്പെയിൻ, ബ്രസീൽ, കൊറിയ മത്സരത്തിന് മുമ്പ് ടീമിനൊപ്പം മൈതാനത്തിറങ്ങുകയും ഇഷ്ടതാരം നെയ്മറിനോടൊപ്പം ബ്രസീൽ ടീമംഗങ്ങളെ മുഴുവൻ കളിക്കാരെയും നേരിട്ട് കണ്ടുമുട്ടിയതും മുത്തമിട്ടതുമെല്ലാം കുഞ്ഞാന്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. കുഞ്ഞാൻ ഇന്ത്യയിലെ 130 കോടി ജനങ്ങളുടെ സൂപ്പർ താരമായി ഖത്തറിലെ 13 മത്സരങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു. നാട്ടിലെത്തിയതോടെ ഫുട്ബോൾ ടൂർണമെന്റുകളുടെ ഉദ്ഘാടകനായും വിശിഷ്ടാതിഥിയായും കേരളത്തിലെ എല്ലാ ജില്ലകളിലും എത്തി. സ്റ്റോപ്പ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടൂർണമെന്റ് കണ്ടത് ഇപ്പോൾ ഇവിടെ ചാലിശ്ശേരി വന്നതിന് ശേഷം ഒരു നല്ല ക്ലൗഡുള്ളൊരു ടൂർണമെന്റാണത്. ഇതിൽ നിന്ന് ആവേശകരമായ കളിയായിരുന്നു. ഇപ്പോൾ മഞ്ചേരിയും യൂറോ സ്പോർട്സ് പടന്നയും തമ്മിൽ 3 സ്കോറായി. ആദ്യത്തെ കളിയിൽ നമ്മളെ പടന്ന ജയിച്ചുകൊണ്ട് ഫൈനലിൽ കടന്നിരിക്കുകയാണ്. എന്നാലും ഈ ഒരു അടുത്ത ഫൈനൽ മാച്ച് നല്ല ആവേശകരമായ മത്സരമായിരിക്കും വിചാരിക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരിടും. സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ് എന്നിവർ ചേർന്ന് കുഞ്ഞാനെ സ്വീകരിച്ചു. സാറയാണ് ഭാര്യ. അൻഷിദ്, അശ്വിൻ, ഐമ എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കരിക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ചൊവ്വാഴ്ച ആഘോഷിക്കും. ക്ഷേത്ര പുനർപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ പ്രതിഷ്ഠാദിനമാണ് ആഘോഷിക്കുന്നത്. പുലർച്ചെ നട തുറക്കൽ, തുടർന്ന് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകളും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തോടെയുള്ള ആന എഴുന്നള്ളിപ്പ്, കാവടി, തിറ, നാടൻ കലാരൂപങ്ങളും ക്ഷേത്രത്തിലെത്തും. വൈകിട്ട് ദീപാരാധന, കേളി, തായമ്പകയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. CBSE +2 പരീക്ഷയിൽ അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് ഉജ്ജ്വല വിജയം. +2 പരീക്ഷ എഴുതിയ 250 വിദ്യാർത്ഥികളിൽ 38 പേർ 90% മുകളിൽ മാർക്ക് നേടി. മുഹമ്മദ് ഐമൻ, ആത്തിഫ്, അൻവർ ഷാ, ഫാത്തിമ, മിൻഹ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 160 പരം വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും 79 പേർ ഫസ്റ്റ് ക്ലാസിനും 2 പേർ സെക്കൻഡ് ക്ലാസിനും അർഹരായി. 10ഓളം വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A1 കരസ്ഥമാക്കി. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മാനേജ്മെന്റും PTSCയും അധ്യാപകരും അനുമോദിച്ചു. നിവേദിത ബാലഗോകുലം കൗക്കാനപ്പെട്ടിയുടെ ഗോകുല വാർഷികവും കുടുംബസംഗമവും നടത്തി. കപ്പളിയങ്ങാട് ക്ഷേത്ര പ്രസിഡന്റ് പ്രമോദ് കിളിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഋതുനന്ദ പ്രദീപ് അധ്യക്ഷയായി. ബാലഗോകുലം ജില്ലാ സമിതി അംഗം ബാബു അയോധ്യ ഗോകുല സന്ദേശം നൽകി. അശ്വതി പ്രജീഷ് കഴിഞ്ഞ വർഷത്തെ ഗോകുലവൃത്തം അവതരിപ്പിച്ചു. തുടർന്ന് ഗോകുലത്തിലെ കുട്ടികളുടെയും അമ്മമാരുടെയും പ്രതിഭാ പ്രദർശനവും SSLC +2 പരീക്ഷയിൽ വിജയിച്ച കുട്ടികളെ ആദരിക്കലും നടത്തി. ബാലഗോകുലം രക്ഷാധികാരി നിർമ്മല മണികണ്ഠൻ പ്രതിഭകളെ ആദരിച്ചു. പുതിയ ഗോകുല സമിതി രൂപീകരിച്ചു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗം നാലകത്ത് അബ്ദുൾ റസാഖിന്റെ വിയോഗത്തിൽ GCC ക്ലബ്ബ് അനുസ്മരണ യോഗം നടത്തി. ക്ലബ്ബ് ഹൌസിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി അധ്യക്ഷനായി. ആദ്യകാല അംഗങ്ങളായ ബോസ് ചാലിശ്ശേരി, തമ്പി അരുമ്പൂർ, രക്ഷാധികാരി ബാബുനാസർ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചു. പഠനത്തിനു ശേഷം ഏറെക്കാലം പ്രവാസിയായിരുന്ന റസാഖ് നാട്ടിലെത്തിയ ശേഷമാണ് മരക്കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. തുടർന്ന് ചാലിശ്ശേരിയിൽ അറിയപ്പെടുന്ന പ്രമുഖ വ്യാപാര സ്ഥാപനമായി കച്ചവടത്തെ മാറ്റിയതായും യോഗം അനുസ്മരിച്ചു. നാഷണൽ സെക്യുലർ പാർട്ടി ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ കൌൺസിൽ യോഗവും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും നടന്നു. കുന്നംകുളം ലീവ ടവറിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന പ്രസിഡന്റ് KP മുനീർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ ഡോക്ടർ ഫസൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി സയ്യദ് SM ജഫർ ബൈലോ അവതരിപ്പിച്ചു. ഡോക്ടർ അബു താഹിർ, സയ്യിദ് ഷറഫുദ്ദീൻ ഹത്തീഫ്, ഷക്കീബ്, മുഹമ്മദ്, KK ഹനീഫ് എന്നിവർ സംസാരിച്ചു.
35 വർഷത്തോളം അണ്ടത്തോട് ബീച്ച് 3-ാം നമ്പർ അംഗൻവാടിയിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച ലത ടീച്ചറെ അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് വനിതാ വിംഗ് ആദരിച്ചു. അണ്ടത്തോട് ക്ലബ് ഓഫീസിൽ നടന്ന ചടങ്ങ് വാർഡ് മെമ്പർ PS അലി ഉദ്ഘാടനം ചെയ്തു. വാസന്തി മൊമെന്റോ കൈമാറി. പ്രസീത പൊന്നാടയണിയിച്ചു. വനിതാ ക്ലബിന്റെ ഉപഹാരം കൈമാറി. ജംഷീന ടീച്ചർ, രാധ ടീച്ചർ, ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ കുട്ടഞ്ചേരി 4-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. ചടങ്ങിൽ രാജൻ, ഉണ്ണിക്കണ്ണൻ, സുരേഷ്, കണ്ണൻ, രാജൻ OG, കനക ശിവദാസ് എന്നിവർ പങ്കെടുത്തു. CPIM കാഞ്ഞിരത്തിങ്കൽ മൂലേപ്പാട് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷയിൽ വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും മൊമെന്റോ നൽകി ആദരിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പഴഞ്ഞി ഡിവിഷൻ മെമ്പർ TS മണികണ്ഠൻ മൊമെന്റോ നൽകി. കാട്ടുകാമ്പാൽ ലോക്കൽ കമ്മിറ്റി അംഗം മനോജ് C. ബേബി, ബ്രാഞ്ച് സെക്രട്ടറിമാരായ ഷാജൻ CP, വിജിൻ MR, ജയൻ MK, ബ്രാഞ്ച് അംഗങ്ങളായ രാധാകൃഷ്ണൻ AP, അനുമോൻ C. തമ്പി എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം സ്കൂളിൽ +2-ന് മുഴുവൻ വിഷയങ്ങളിലും A+ഉം A5 A+ഉം ഒരു Aയും നേടിയ 23 പേരെ സ്കൂൾ അങ്കണത്തിൽ ചേർന്ന യോഗം അഭിനന്ദിച്ചു. പ്രിൻസിപ്പാൾ GP ശ്രേയസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K. ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങൾ നൽകിയും പ്രിൻസിപ്പാൾ കുട്ടികളുമായി സന്തോഷം പങ്കുവച്ചു. കുട്ടികൾ 2 വർഷത്തെ വിദ്യാഭ്യാസ അനുഭവങ്ങൾ പങ്കുവച്ചു. NSS കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത്, PTA വൈസ് പ്രസിഡന്റ് M. രാമചന്ദ്രൻ, MPTA പ്രസിഡന്റ് പ്രിജി സുനിൽ, അധ്യാപകരായ K. സുജാത, MK ബിന്ദു, S. സുധ, രശ്മി G. നായർ, KR രാജശ്രീ, A. സുധീഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം ചിറ്റിലങ്ങാട് 130-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ഫുട്ബോൾ സമ്മാനിച്ചു. ബൂത്ത് പ്രസിഡന്റ് V. നയൻ അധ്യക്ഷത വഹിച്ചു. ചിറ്റിലങ്ങാട് ഉപ്പുപാറ ടീമിലെയും സെന്റർ ടീമിലെയും കുരുന്നുകൾക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഫുട്ബോളുകൾ സമ്മാനിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, കോൺഗ്രസ് പ്രവർത്തകരായ സുബ്രഹ്മണ്യൻ, സുഖേഷ്, ദാസൻ, അഷ്റഫ്, രഞ്ജുമാഷ് എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഴഞ്ഞി ചിറ്റം യൂണിറ്റ് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആൽബിൻ S. കുത്തൂരിനെ അഭിനന്ദിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ മൊമെന്റോ നൽകി ആദരിച്ചു. കോൺഗ്രസ് പ്രവർത്തകരായ ജെയ്സൺ ചീരൻ, അഡ്വക്കേറ്റ് ജേക്കബ് R. പുലിക്കോട്ടിൽ, തമ്പി പഴഞ്ഞി എന്നിവരും പങ്കെടുത്തു. സജി സിജി ദമ്പതികളുടെ മകനാണ് ആൽബിൻ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6690 രൂപ, പവന് 53,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചരമം കാട്ടകാമ്പാൽ ചിറക്കൽ പുലിക്കോട്ടിൽ ഇറ്റാത്തു മകൻ ഇട്ടി മാത്യു നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. കേച്ചേരി പട്ടിക്കര കിഴക്കുമുറിയിൽ മമ്മസ്ട്ര ഇല്ലത്ത യൂസഫ് ഹാജി നിര്യാതനായി. 75 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. ബീവാത്തുകുട്ടി ഭാര്യയാണ്. സാബിറ, റഫീഖ്, നൌഷാദ്, ഗഫൂർ എന്നിവർ മക്കളാണ്. മറ്റൻ നമ്പഴിക്കാട് മുളയ്ക്കൽ ഈനാശു മാസ്റ്റർ ഭാര്യ താണ്ട നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടന്നു. റൂബി, ജോസ്, ജോജു, പരേതയായ കൊച്ചുമേരി എന്നിവർ മക്കളാണ്. വടക്കേക്കാട് കല്ലൂർ മാളിയേക്കൽ കുഞ്ഞുമുഹമ്മദ് ഹാജി നിര്യാതനായി. 84 വയസ്സായിരുന്നു. ദീർഘകാലം ഖത്തർ പ്രവാസിയായിരുന്നു. കൗക്കാനപ്പെട്ടി മഹല്ല് പ്രസിഡന്റ്, കൊമ്പത്തേൽപ്പടി സലഫി മസ്ജിദ് രക്ഷാധികാരി, നിർവാഹക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. പൊന്നിയൂർ വെള്ളത്തേരി ആമിനക്കുട്ടി ഭാര്യയാണ്. ഹസീന, ഹബീജ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാവക്കാട് എടക്കഴിയൂരിൽ നിന്നും 16 നോട്ടിക്കൽ മൈൽ കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 4 പേരെ രക്ഷപ്പെടുത്തി. പുലർച്ചെയായിരുന്നു അപകടം. മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും ആശ്വാസ നടപടികൾ ഉണ്ടാകുമെന്ന് ഗുരുവായൂർ MLA NK അക്ബർ. ഗുരുവായൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ മറച്ച് വഴിയോര കച്ചവടം തകൃതി. യാത്രക്കാർ ദുരിതത്തിൽ. നഗരസഭ ഇടപെടുന്നില്ലെന്ന നാട്ടുകാർ.
ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കുന്നംകുളത്തെ ഇൻഫർമേഷൻ സെന്ററിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് KSEB. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനാകാതെ യാത്രികർ. കുന്നംകുളം കുറുക്കൻപാറയിൽ വീണ്ടും അപകടം. KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ് കാറിൽ ഇടിച്ചു. ചുവല്ലൂർപ്പടിയിൽ തെരുവുനായ ചാടി സൈക്കിൾ യാത്രക്കാരന് പരിക്ക്. ബുള്ളറ്റും സൈക്കിളും കൂട്ടിയിടിച്ചും അപകടം. പുലർച്ചെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ പഴവൂരിൽ വീട്ടിലെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. കറുപ്പം വീട്ടിൽ കബീറിന്റെ വീട്ടിലെ വയറിംഗും വൈദ്യുത ഉപകരണങ്ങളുമാണ് കത്തിനശിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.